ഏശയ്യാ പ്രവാചകന്റെ പുസ്തകം 55 അധ്യായം 7 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: ദുഷ്ടൻ തൻ്റെ മാർഗവും അധർമ്മി തൻ്റെ ചിന്താഗതികൾ ഉപേക്ഷിക്കട്ടെ, കർത്താവിൻ്റെ കരുണ ലഭിക്കേണ്ടതിന് കർത്താവിങ്കിലേക്ക് തിരിയട്ടെ എന്ന്. നോമ്പിൻ്റെ ദിനങ്ങളിൽ കർത്താവിങ്കിലേക്ക് തിരിയാനുള്ള ദിവസവും നിമിഷങ്ങളുമാണ്. പ്രത്യേകമായിട്ട് ബാബുപോൾ സാറിനെ എല്ലാവർക്കും അറിയാവുന്നതാണ്. IAS കാരനായ ബാബുപോൾ സാർ. അദ്ദേഹം ഒരിക്കലിങ്ങനെ പങ്കുവെക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ അപ്പനുമായി വളരെ നല്ലൊരു ബന്ധമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നും കല്യാണത്തിന് ശേഷമാണെങ്കിൽ പോലും അപ്പനൊരു ഉമ്മ കൊടുക്കാതെ അദ്ദേഹം ഉറങ്ങാറുണ്ടായിരുന്നില്ല. ഒരിക്കൽ എന്തോ കാരണത്താൽ, വളരെ നിസ്സാരമായ കാരണത്താൽ വാക്കുതർക്കമുണ്ടായി അപ്പനുമായിട്ട്. രാത്രി ഉറങ്ങാൻ കിടന്നു. ഉറക്കം വരുന്നില്ല സാറിന്. ആദ്യമായിട്ടാണ് അപ്പനുമായിട്ട് ഉച്ചത്തിൽ ഇത്തിരി സംസാരിക്കേണ്ടി വന്നത്. അങ്ങനെ അദ്ദേഹം ഉറങ്ങാതെ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. 12 മണിയായി, 1 മണിയായി, അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. അദ്ദേഹം എഴുന്നേറ്റ് പതുക്കെ നടന്നു അപ്പൻ്റെ മുറിയിലേക്ക്. അദ്ദേഹം ചെല്ലുമ്പോൾ അപ്പനും കണ്ണുകൾ തുറന്ന് ഉറങ്ങാതെ കിടക്കുകയായിരുന്നു. ആരെയോ പ്രതീക്ഷിച്ചെന്ന പോലെ കിടക്കുന്ന അപ്പൻ. വാതിലിന് സാക്ഷി ഇട്ടില്ലായിരുന്നു. അതുകൊണ്ട് കതക് ചാരി മാത്രം ഇട്ടിരുന്നുകൊണ്ട് അദ്ദേഹം തുറന്നു കയറി. അപ്പൻ ആ മകനെ വലതുകരം കൊണ്ട് ചേർത്ത് പിടിച്ച് ഇടതുകരം തലയിണയാക്കി മാറ്റിക്കൊണ്ട് കിടന്നോളാൻ പറഞ്ഞു. ചേർത്ത് പിടിച്ച് പറഞ്ഞു: നീ വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അദ്ദേഹത്തോട് TV ഇൻ്റർവ്യൂവിന് ലേഖകൻ ചോദിച്ചു: സാർ, ദൈവസ്നേഹത്തെക്കുറിച്ച് അങ്ങ് എന്താണ് പറയുന്നത്? അദ്ദേഹം അപ്പോഴാണ് ഈ അനുഭവം പറയുന്നത്. ഇത് തന്നെയല്ലേ ദൈവസ്നേഹവും? നീ എപ്പോഴൊക്കെ വഴക്കിട്ട് പിരിഞ്ഞു പോകുമ്പോഴും നിന്നെ ചേർത്ത് പിടിക്കുവാൻ കരങ്ങളുമായി കാത്തിരിക്കുന്നൊരു ദൈവമുണ്ട്. ആ ദൈവം കാത്തിരിക്കുന്ന ദിനങ്ങളാണ് പ്രത്യേകമായിട്ട് തിരുസഭാ മാതാവ് നമുക്ക് തരുന്ന ഈ 40 ദിനങ്ങൾ. ഒന്ന് തിരിഞ്ഞാൽ മതി. ഒന്ന് കർത്താവിലേക്ക് തിരിയുക. ആ തിരിയുന്ന സമയത്ത് ചേർത്ത് പിടിക്കുന്ന തമ്പുരാനാണ് നമ്മുടെ. വചനം ഇപ്രകാരം പറയുന്നുണ്ടല്ലോ ഹെബ്രായർക്കെതിരെ ലേഖനത്തിൽ: മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കർത്താവിൻ്റെ കരുണയാണ് എല്ലാത്തിനും അടിസ്ഥാനമെന്ന്. ഞാനും നിങ്ങൾ ഒന്നേ ചെയ്യാനുള്ളൂ: അവിടത്തേക്ക് ഒന്ന് തിരിയുക, അവിടത്തെ ഒന്ന് നോക്കുക. ബാക്കിയെല്ലാം ദൈവം ചെയ്തുകൊള്ളും. അവിടുന്ന് ചേർത്ത് പിടിക്കും. അന്ന് അദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ വന്ന ഒരു വിജാതീയനായ ഒരു മകനായിരുന്നു. അദ്ദേഹം പറയുകയായിരുന്നു: എൻ്റെ അപ്പനിൽ നിന്ന് എനിക്ക് സ്നേഹം ലഭിച്ചിട്ടില്ലായിരുന്നു. എന്നാൽ എപ്പോൾ സാറിത് പറഞ്ഞോ, അന്ന് ആ അപ്പൻ സ്വർഗത്തിലെ പിതാവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എനിക്ക് ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ പറ്റിയെന്ന്. ഈ നോമ്പ് കാലത്തും നമ്മൾ തിരിയുമ്പോൾ നമ്മളെ കണ്ട് അനേകരും തിരിയും ഈശോയിലേക്ക്, ദൈവത്തിങ്കിലേക്ക്. ആ കരുണയും സ്നേഹവും മനസ്സിലാക്കണമെങ്കിൽ അവിടത്തേക്ക് തിരിഞ്ഞാൽ മാത്രമേ സാധ്യമുള്ളൂ. നിൻ്റെ വഴികളിൽ നിന്ന്, നീ ഇപ്പോൾ നടക്കുന്ന അവസ്ഥയിൽ നിന്ന് എവിടെയെങ്കിലൊക്കെ സ്നേഹക്കുറവ് വന്നിട്ടുണ്ട്, അതിലേക്കൊക്കെ ഒന്ന് തിരിഞ്ഞ് അതിനെല്ലാം ചേർത്ത് പിടിക്കുമ്പോൾ നിൻ്റെ നോമ്പ് കാലവും പുണ്യദിനങ്ങളായി മാറും. അതുതന്നെയാണ് ഈശോ ആഗ്രഹിക്കുന്നതും നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും. നമ്മളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.